ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിക്കണം, വേറെ ഒന്നുമല്ല. ഇന്ന് ഞാനും പറയും ഐസും ഇക്കാക്കയും കൂടി ഒന്ന് ഹോസ്പിറ്റൽ വരെയും പോകണേ കേട്ടോ. ഫറാനെ കാണിക്കാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ റിനൈൻ മെഡിസിറ്റിലേക്കാണ് കേട്ടോ പോയത്, പാലാരിവട്ടത്തുള്ള. നേരെ തന്നെ മെഡിസിറ്റിയിലേക്ക് പോയി എന്നെയും ഫറാനിക്കാക്ക അവിടെ ആക്കി തന്നിട്ട് ഞങ്ങൾ രണ്ടും കൂടി ചീട്ടൊക്കെ എടുക്കാൻ പോയിട്ട് റിസപ്ഷനിൽ പോയി ചീട്ടൊക്കെ എടുത്ത് അവർ പറഞ്ഞ് നേരെ സ്ക്രീനിങ് റൂമിൽ പോയിട്ട് ഡോക്ടർ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ടോ. നേരെ തന്നെ ഞാനും പറയും കൂടി സ്ക്രീനിങ് റൂമിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. അപ്പോൾ തന്നെ അവർ വെയിറ്റൊക്കെ നോക്കി, പൾസ് റേറ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ പൾസൊക്കെ നോക്കി, ഹൈറ്റൊക്കെ നോക്കിയിട്ടാണ് അവർ നേരെ ഡോക്ടറുടെ റൂമിലേക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ സിസ്റ്റർ എന്തൊക്കെ ചോദിക്കണം പറിച്ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നേരെ പോയത് ഡോക്ടറുടെ റൂമിലേക്കാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ് അവിടെ പാർക്ക്. പൈസയും ഇക്കാക്കയും കൂടി പാർക്ക് ചെയ്തിട്ട് വന്നിട്ടോ വണ്ടി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കണമായിരുന്നു. നേരം വൈകിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത്തിരി ഡിലേ ആയിരുന്നു കേട്ടോ ഡോക്ടറിനെ കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ല കളിയിലായിരുന്നു. ഐസിനാണെങ്കിൽ ആ വണ്ടിയൊക്കെ കണ്ട വണ്ടി ഓട്ടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കൂട്ടാ. കുറേ കളിക്കണ സാധനങ്ങളുള്ള കാരണം കളിക്കണ ഭ്രാന്താണ്. അപ്പോൾ ആ സാധനമൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറ്റിയപ്പോഴത്തേക്ക് വിൽക്കാതെ കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് നോക്കാൻ. പിന്നെ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൽ ഇങ്ങനെ ഇരിക്കണമായിരുന്നു. നേരെ പിന്നെ ഡോക്ടറിനെ കണ്ടിട്ടോ. ഡോക്ടറിനെ കണ്ടപ്പം കുറച്ച് നാളായല്ലോ, നമുക്ക് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. പിന്നെ വേറൊരു കാര്യം, ഫറാക്ക് ഈ മുടി അത് ഇതൊക്കെ പേടിയാണെങ്കിലും ബ്ലഡൊന്നും ടെസ്റ്റ് ചെയ്യണം ഫറാക്ക് വലിയ പേടിയൊന്നും ഇല്ലാത്ത കാര്യം കേട്ടോ. ചെയ്ത് വന്നിട്ട് അത് കുത്തിയതൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കണമായിരുന്നു കേട്ടോ. അത് നേരെ നമ്മൾ പിന്നെ മരുന്നൊക്കെ എഴുതിയത് മേടിക്കാൻ വേണ്ടി മരുന്നിൻ്റെ അവിടെ പോയിട്ട് ഇരിക്കണമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് മരുന്നൊക്കെ കിട്ടിക്കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും എന്നെ കൈയൊക്കെ കാണിച്ചു തന്നിട്ടോ. ഇതാണ് അമ്മ എന്നെ കുത്തിയതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ പോട്ടെ, സാരമില്ല, അമ്മ എന്തായാലും വാങ്ങിത്തരാം, മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അങ്ങനെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണേന് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.